അതായത് ഒരാൾക്കാർ കോമഡികൾ കാണുന്നതും കേൾക്കുന്നതും രണ്ട് രീതിയിൽ. ചില ആൾക്കാർക്ക് അത് ചിലപ്പോ മനസ്സിലാകില്ല. ചില ആളുകൾ ഞാൻ പണ്ടൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോ കർട്ടൻ പൊക്കിയാണല്ലോ പ്രോഗ്രാം തുടങ്ങണത്. ഈ കർട്ടൻ പൊങ്ങണ കണ്ടിട്ട് കൈയടിക്കണം ചിരിക്കുന്ന ആൾക്കാരുണ്ട്. കർട്ടൻ പൊങ്ങണ അതിൽ കോമഡി ഒന്നും ഇല്ല. പക്ഷെ ഞങ്ങളുടെ കർട്ടൻ പൊങ്ങണ കാണുമ്പോൾ ചിലപ്പോൾ കോമഡി വരും. കാരണം ഒരേ വശം ആദ്യം പൊങ്ങി ഇങ്ങനെയൊക്കെ നോക്കണം. പക്ഷെ എങ്കിലും അവിടെ കണ്ടുപോയി ചിരി വരും. ചില ആളുകളുണ്ട് എത്ര കോമഡി നമ്മൾ അവതരിപ്പിച്ചില്ല. ഇവിടെ മരിച്ചുപോയ അനീഫിക്കുണ്ട്, നമ്മുടെ കൊച്ചിൻ അനീഫിക്ക. ഞങ്ങൾ എന്ത് സ്ക്രിപ്റ്റ് എഴുതിയാലും, അതായത് ഇപ്പൊ നമ്മളൊക്കെ പ്രോഗ്രാമിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ വിദേശത്തൊക്കെ പോകുമ്പോൾ പ്രോഗ്രാമിന് വേണ്ടി എഴുതി കഴിയുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കേൾപ്പിക്കുന്ന ആരെയാണെന്ന് അറിയാമോ? കൊച്ചിൻ അനീഫിക്കാരുടെ മുമ്പിൽ പോയിട്ട് വായിച്ചു കേൾപ്പിക്കും. ഒരു ചെറിയൊരു തമാശ അതിലുണ്ടെങ്കിൽ അദ്ദേഹം അതും കൂടി ആസ്വദിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്കറിയാം, എഴുതിയ ആൾക്കാർക്ക് അറിയാം ഇതിൽ തമാശകളുണ്ട്. അല്ലാതെ എത്ര തമാശ കേട്ടാലും മനസ്സിലാകാത്ത ഒരാളുടെ മുമ്പിൽ ആ സ്ക്രിപ്റ്റുമായിട്ട് പോയിക്കണ്ട, അവന്റെ കൂമ്പ് വാടി ആ സ്ക്രിപ്റ്റും വലിച്ചു കയറി അവൻ പോയി കളയും. അപ്പൊ രണ്ട് ഓഡിയൻസ് ആണ്. അത്രേ പറയാം. ചിരിക്കത്തില്ല. അതിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് ഉത്സവപ്പറമ്പിൽ ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ച ഒരു ബാലയുണ്ട്. ഞാൻ കൊച്ചിൻ സംഘകല ട്രൂപ്പിൽ കളിച്ചിരിക്കുന്ന ബാലയോ ഒരു ബാലെ ഡാൻസിന് പോയിരുന്നു. ബാലെന്ന് പറഞ്ഞ കോമഡി ബാലെ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടിരിക്കുന്ന ബാലെ ന്യൂ ഇയർ പ്രോഗ്രാം ഇന്റർനാഷണൽ ഹോട്ടലിൽ ബുക്ക് ചെയ്തേക്കുന്നു. ഞങ്ങളുടെ പരിപാടി ന്യൂ ഇയർ ആയിട്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ബാല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ വാരനാട് വെച്ചിട്ട് ബാല കളിക്കണം, ബാല സൂപ്പർ ഹിറ്റ് ആണെന്ന് പറഞ്ഞ് വിശ്വാമിത്രനും ഇതൊക്കെ ആയിട്ടൊക്കെ ഞങ്ങൾ വേഷം കെട്ടി അവിടുത്തെ ഇന്റർനാഷണൽ ഹോട്ടലിന്റെ പിന്നെ തൂണൊക്കെ മാറ്റി തന്നെ എന്നൊക്കെ പറഞ്ഞു. അവർ തൂണൊന്നും മാറ്റി തരാൻ പറ്റില്ല, കട്ടൻ കെട്ടാൻ ഉള്ള സ്ഥലത്തൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ കളിക്കുവാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഹോട്ടലുകാരൊക്കെ മാറ്റി തരുവാ. അപ്പൊ ഫ്രണ്ടില് MD വന്ന് ന്യൂ ഇയർ ആണല്ലോ, പ്രോഗ്രാം കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ബാല കളിച്ചോണ്ടിരിക്കുവാണ്. ഭയങ്കര ബാല, പുള്ളിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം നമ്മൾ. അപ്പൊ കുറച്ചു നേരം കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ആളോട് വാട്ട് ഈസ് ദിസ്? അപ്പൊ സാർ ദിസ് ഈസ് മിമിക്സ് ഡ്രാമ എന്ന് പറഞ്ഞു കേട്ടോ. മിമിക്സ് ഡ്രാമ എന്ന് പറയണം കേട്ടോ. ഞാൻ ചോദിക്കും, ഞാൻ MD ആണ്, ഞാൻ ഇന്റർനാഷണൽ ഹോട്ടലിന്റെ MD ആണ് കേട്ടോ. കണ്ടിരിക്കുകയാണ്, വിശ്വാമിത്രം കളിക്കുന്നു, അവിടെ കളിക്കുന്നു. What is this? This is mimics drama. Stop it! Stop it! പുള്ളിക്കാർക്ക് മനസ്സിലായില്ല. അപ്പൊ തന്നെ കെട്ടും പാട്ടൊക്കെ അടിച്ച് അങ്ങ് പോയി അവിടെ നിന്ന്. ബാലയും പോയി, എല്ലാം പോയി. അപ്പൊ അതാണ് ഈ പറയണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.